എല്ലാം മേനയാക്കി പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാണൊക്കെയാണ് നടക്കണം. ആ വീട് പഴയതാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയും മെനയാക്കിക്കൊണ്ടാണ് അമ്മയും അച്ഛനും എല്ലാവരും ആ വീട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മഴ സമയത്തൊക്കെ നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ഷീറ്റ് പതുക്കെ പൊങ്ങുന്നൊരു ശബ്ദം കേൾക്കാമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഗർഭിണിയായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവേ ഈ വീട് പുതുക്കി പണിയാൻ കഴിയണേന്ന്. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് അത് പുതുക്കി പണിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഉപ്പ് ആ വീടിന് ഞാൻ ചുറ്റും അന്ന് തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കൊണ്ടുപോയി ഞാൻ വീടിന് ചുറ്റുമിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി. അതിനുശേഷം ഞങ്ങളുടെ വീട് പണിഞ്ഞു തരാൻ ആൾക്കാർ തയ്യാറായി തന്നെ വന്നു. ഞങ്ങൾ സഹായിക്കാം ആ വീട് പണിയാൻ എന്നൊക്കെ പറഞ്ഞ് ആ വീടിൻ്റെ തറയും കഴിഞ്ഞ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക വീട് പണി. അതും മാതാവ് തന്നൊരു അനുഗ്രഹമാണ്.